लेकिन वो दिन दूर नहीं जब भारत के नागरिक मेड इन इंडिया पैसेंजर वाले प्लेन में प्रवास करेंगे। 2023 ഫെബ്രുവരി 17 കർണാടകയിലെ ശിവമോഗയിൽ നവീകരിച്ച വിമാനത്താവള ടെർമിനൽ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് സത്യമാണെങ്കിൽ നമ്മുടെ ആകാശം ഇന്ത്യ ജെറ്റിന്റെ ഇരമ്പലിന് വേണ്ടി അധികം കാത്തിരിക്കേണ്ടി വരില്ല. ഏറി വന്നാൽ ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ സ്വന്തം പാസഞ്ചർ വിമാനം പരീക്ഷണ പറക്കൽ നടത്തും. ചൈന തങ്ങളുടെ ആദ്യ യാത്രാ വിമാനമായ കൊമാക് C919 വികസിപ്പിച്ച് വ്യാവസായിക ഉൽപ്പാദനം ആരംഭിച്ചത് ഇന്ത്യയെ ഒന്നുകൂടി മൂപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ ചന്ദ്രനിലുണ്ട്. അതിന് കീഴെ മാത്രമാണ് കൊമേഴ്സ്യൽ എയർ സ്പേസ് എന്നതിനാൽ ഇന്ത്യയുടെ അഭിമാന ജെറ്റിന്റെ പിറവിയുടെ നാൾവഴികളുമായി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം ഇന്ത്യയുടെ ആകാശം എന്താണെന്നറിഞ്ഞാലേ നമ്മുടെ സ്വന്തം വിമാനത്തിന്റെ വരവിന്റെ മാസ് ബോധ്യപ്പെടും. അതുകൊണ്ട് അധികം വെറുപ്പിക്കാതെ തന്നെ ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറിലെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം. എന്നിട്ട് നമ്മുടെ ഇന്ത്യ ജെറ്റിന്റെ സവിശേഷതകൾ ഇഴകീറി നോക്കാം. ഇന്ത്യൻ എയർലൈനുകൾ സ്വന്തമാക്കിയിരിക്കുന്നതും സർക്കാർ ഉടമസ്ഥതയിലും സ്വകാര്യ വ്യക്തികളുടേതുമായി 730 വിമാനങ്ങളുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ. ഇതിനു പുറമെ വിദേശത്തു നിന്ന് ഇന്ത്യൻ എയർലൈൻ കമ്പനികൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന 490 എയർക്രാഫ്റ്റുകളുണ്ട്. 2023 ജനുവരിയിൽ ഒറ്റയടിക്ക് 510 വിമാനങ്ങൾക്ക് എയർ ഇന്ത്യ ഓർഡർ നൽകിയിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ ഉടമസ്ഥതയിലുള്ള 730 വിമാനങ്ങളിൽ 470 എയർബസ് വിമാനങ്ങളും 159 ബോയിങ് വിമാനങ്ങളും ബാക്കി ഡോണിയർ, എംബ്രയർ, ഗൾഫ് സ്ട്രീം, സെസ്ന പോലുള്ള ചെറുവിമാനങ്ങളുമാണ്. ഇന്ത്യക്കാരുടെ കയ്യിലുള്ളവയിൽ 70% വിമാനങ്ങളും നാരോ ബോഡി വിമാനങ്ങളാണ്. എയർ ഇന്ത്യയുടെ 510 വിമാനങ്ങളും ആകാശ എയർ, വിസ്താര, ഇൻഡിഗോ എന്നിവർ ചേർന്ന് ഓർഡർ ചെയ്തിട്ടുള്ള 490 വിമാനങ്ങളും 2025 മാർച്ചിന് മുമ്പ് ഇന്ത്യയിലെത്തും. അപ്പോൾ ഇന്ത്യക്കാരുടേതായി ഇന്ത്യയുടെ കൈവശം ആകെയുള്ള പാസഞ്ചർ വിമാനങ്ങളുടെ എണ്ണം 1800 കവിയും. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെടെ 486 ചെറുതും വലുതുമായ എയർപോർട്ടുകളുണ്ട് ഇന്ത്യയിൽ. 34 അന്തർദേശീയ വിമാനത്താവളങ്ങളും 10 കസ്റ്റംസ് എയർപോർട്ടുകളും എയർഫോഴ്സ് ബേസുകളും ഡൊമസ്റ്റിക് എയർപോർട്ടുകളും എല്ലാം അടക്കം. എന്നാൽ വിമാനങ്ങളുടെ എണ്ണവും യാത്രക്കാരുടെ എണ്ണവും തമ്മിൽ ആനയും ആടും പോലുള്ള വ്യത്യാസമുണ്ട്. 2023 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള സമയം 13,82,34,000 യാത്രക്കാരാണ് ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്തത്. ഈ അന്തരത്തിലെ കണക്കുകൾ പറയാൻ നിന്നാൽ സമയമെടുക്കുമെന്നതിനാൽ ചുരുക്കി പറയാം. ഇന്ത്യൻ യാത്രക്കാരുടെ കാശ് മുഴുവൻ കൊണ്ടുപോകുന്നത് വിദേശ എയർലൈൻ കമ്പനികളും വിമാനം വാടകയ്ക്ക് നൽകുന്ന ഇടനിലക്കാരുമാണ്. ഇന്ത്യൻ കമ്പനികൾ 23 മുതൽ 32% വരെ വിപണി നേടാൻ പെടാപ്പാട് പെടുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള കമ്പനികളും കിഴക്കനേഷ്യയിൽ നിന്നുള്ള കമ്പനികളുടെ ഇന്ത്യൻ ഉപകമ്പനികളും ഇന്ത്യക്കാരന്റെ പണം കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് ഓരോ വർഷവും 14% എന്ന തോതിൽ വളരുന്ന ഈ വിപണി ഇന്ത്യക്കാർക്ക് അനുകൂലമാക്കണമെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ഇടപെടുന്നത്. ഏവിയേഷൻ നിയമങ്ങളിൽ കാതലായ പൊളിച്ചുപണി നടത്തുകയാണ് ആദ്യം ചെയ്തത്. അടുത്തതായി ഉഡാൻ പദ്ധതി പ്രഖ്യാപനം. ചെറുപട്ടണങ്ങളെ ബന്ധിപ്പിച്ച് ചെറിയ വിമാനത്താവളങ്ങളും എയർ സ്ട്രിപ്പുകളും നിർമ്മിക്കുന്ന ഉഡാൻ പദ്ധതി വൻ വിജയമായതോടെ ആത്മവിശ്വാസം വർദ്ധിച്ച സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അവരുടെ ഇതിഹാസത്തിന്റെ പണിപ്പുരയിലേക്ക് കടന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ സജ്ജമായ യാത്രാ വിമാനം എന്ന സ്വപ്നത്തിന്റെ പണിപ്പുരയിലേക്ക്. CSIR നാഷണൽ എയറോസ്പേസ് ലാബ്. ഈ പേര് ഓർത്തു വെച്ചോളൂ. ഇവരാണ് ഇന്ത്യയുടെ അഭിമാന ജെറ്റിന്റെ പണിപ്പുരയിലുള്ളത്. ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഏവിയേഷൻ മന്ത്രാലയം ഇവർക്ക് കണക്കില്ലാതെ നൽകുന്ന പണവും പിന്തുണയുമെല്ലാം നാം ഇനിയുള്ള ഭാഗങ്ങളിൽ വിശദീകരിക്കാൻ പോവുകയാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇന്ത്യക്ക് സ്വന്തമായ ഒരു വിമാന നിർമ്മാണ കമ്പനിയും ബ്രാൻഡും എന്ന സ്വപ്നം. കൃത്യമായി പറഞ്ഞാൽ 2005 എല്ലാത്തിന്റെയും തുടക്കം. ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും സിവിൽ ഏവിയേഷൻ മന്ത്രിയായിരുന്ന പ്രഫുൽ പട്ടേലും സൗത്ത് ബ്ലോക്കിൽ നടത്തിയ ഒരു ചൂടൻ സംവാദത്തിനൊടുവിലാണ് ഇന്ത്യൻ നിർമ്മിത യാത്രാ വിമാനത്തിന്റെ ഗവേഷണത്തിന് അനുമതി ലഭിക്കുന്നത്. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന CSIR-ഉം നാഷണൽ എയറോസ്പേസ് ലാബ് എന്ന NAL-ഉം കൈകോർത്ത് ബംഗളൂരുവിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ സാങ്കേതിക പിന്തുണയോടെ ഗവേഷണം നടത്താനായിരുന്നു പ്രധാനമന്ത്രിയുടെ തീരുമാനം. പ്രൊജക്ടിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യം മൂലം വിമാന ഗവേഷണത്തിന് വേണ്ടിയുള്ള CSIR NAL സഖ്യത്തിന്റെ സ്ഥിരം പ്രസിഡന്റായ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ടോപ്പ് റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്ന് ആദ്യ യോഗത്തിൽ തന്നെ തീരുമാനമായി. അതായത് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ ഉണ്ടാക്കുന്ന വിമാനത്തിന്റെ ഓരോ ദിവസവുമുള്ള പുരോഗതി പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കണമെന്ന് ചുരുക്കം. പുതിയൊരു വിമാന മോഡലിന്റെ ഗവേഷണം ആരംഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമോ? തീർച്ചയായും അതിന്റെ എഞ്ചിനിൽ നിന്നാണ്. ഇന്ത്യ വിമാനം ഉണ്ടാക്കിയ വർഷം, അതായത് 2005 ഏപ്രിൽ 27 എയർബസ് A380 എന്ന എക്കാലത്തെയും ഏവിയേഷൻ അത്ഭുതമായ യാത്രാ വിമാനം അതിന്റെ കന്നിപ്പറക്കൽ നടത്തിയത്. ടുളൂസിലെ ബ്ലാന എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത് 3 മണിക്കൂറും 54 മിനിറ്റും പറന്ന് A380 അവിടെ തന്നെ ലാൻഡ് ചെയ്തതോടെ ഏവിയേഷൻ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെട്ടിരുന്നു. ലോകത്തിന്റെ ഏവിയേഷൻ ആവശ്യങ്ങൾ മാറിയെന്ന് മനസ്സിലായ CSIR NAL ടീം ഇന്ത്യയുടെ ആദ്യത്തെ യാത്രാ വിമാനത്തിന്റെ എഞ്ചിൻ എന്താവണമെന്നത് സംബന്ധിച്ച് 3 റിപ്പോർട്ടുകളാണ് സമർപ്പിച്ചത്. അടുത്ത 25 വർഷത്തേക്കുള്ള ലോകത്തിന്റെ യാത്രാവശ്യങ്ങൾ മനസ്സിലാക്കിയ ആ റിപ്പോർട്ടിലെ ആദ്യത്തെ എഞ്ചിൻ സജഷൻ തദ്ദേശീയമായി നിർമ്മിക്കുന്ന വിമാന എഞ്ചിനായിരുന്നു. അവിടെ കാര്യങ്ങൾ കുറച്ച് സങ്കീർണമായി. കാരണം ഒരു വിമാന എഞ്ചിൻ നിർമ്മിക്കാൻ ഇന്ത്യ 1977 തന്നെ ശ്രമം ആരംഭിച്ചതാണ്. നിങ്ങൾ GTRE, GTX 35,
VS കാവേരി എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ത്യ 1977 സ്വന്തമായി നിർമ്മിച്ച വിമാന എഞ്ചിനായിരുന്നു കാവേരി എഞ്ചിൻ. ഇന്ത്യൻ യുദ്ധവിമാനമായ തേജസിന് ഉപയോഗിക്കാൻ പാകത്തിൽ DRDO ഡിസൈൻ ചെയ്ത് HAL വികസിപ്പിച്ച എഞ്ചിന്റെ ആദ്യത്തെ 10 പരീക്ഷണങ്ങളും സമ്പൂർണ്ണ പരാജയമായിരുന്നു. മെറ്റലർജിയിലും ഇന്ധനക്ഷമതയിലും സ്റ്റെബിലിറ്റിയിലുമെല്ലാം പരാജയപ്പെട്ട കാവേരി എഞ്ചിന് പുനർജീവൻ കൊടുക്കാനാകുമോ എന്ന് CSIR NAL ടീം പരിശോധിച്ചു. നടക്കില്ലെന്ന് ബോധ്യപ്പെട്ടു. ഒടുവിൽ 2008 പ്രതിരോധ മന്ത്രാലയം കാവേരി എഞ്ചിനുള്ള എല്ലാ ഫണ്ടിങ്ങുകളും അവസാനിപ്പിച്ച് പദ്ധതി ഡീകമ്മീഷൻ ചെയ്തു. അങ്ങനെ തദ്ദേശീയ എഞ്ചിൻ ഇന്ത്യൻ യാത്രാ വിമാനത്തിൽ ഉപയോഗിക്കാനുള്ള പദ്ധതി ഇന്ത്യൻ വിമാന ഡിസൈനർമാർ ഉപേക്ഷിച്ചു. രണ്ടാമത്തെ ഓപ്ഷനായ വിശ്വാസയോഗ്യമായ തേർഡ് പാർട്ടി നിർമ്മാതാക്കൾക്കായുള്ള സാങ്കേതിക വിദ്യ അന്വേഷണങ്ങൾ ആരംഭിച്ചു. അതെത്തി നിന്നത് കാനഡയിലെ പ്രാറ്റ് ആൻഡ് വിറ്റ്നിയിലാണ്. ലോകത്തെ വിമാന എഞ്ചിൻ നിർമ്മിക്കുന്നതിൽ കുത്തകയുള്ള 3 കമ്പനികളാണ് ജനറൽ ഇലക്ട്രിക്കൽസ് എയ്റോസ്പേസ്, റോൾസ് റോയ്സ്, പ്രാറ്റ് ആൻഡ് വിറ്റ്നി എന്നിവർ. ജനറൽ ഇലക്ട്രിക് എയ്റോസ്പേസ് കമ്പനി ബോയിങ്ങിനും എയർബസിനും എഞ്ചിൻ നിർമ്മിച്ചു നൽകുന്നുണ്ട്. റോൾസ് റോയ്സ് കാറുകൾ നിർമ്മിക്കുന്ന അതേ റോൾസ് റോയ്സ് കമ്പനിയാണ് ബോയിങ് 787 വിമാനത്തിന്റെ അടക്കം എഞ്ചിനുകൾ നിർമ്മിക്കുന്നത്. ഇന്ത്യ ലക്ഷ്യമിട്ട കാനഡയിലെ പ്രാറ്റ് ആൻഡ് വിറ്റ്നി കമ്പനിയാണ് അമേരിക്കൻ എയർഫോഴ്സ് വിമാനങ്ങളുടെയും ബോയിങ്ങിന്റെ നാരോ ബോഡി ന്യൂ എഞ്ചിൻ ഓപ്ഷൻ വിമാനങ്ങളുടെയും എഞ്ചിൻ നിർമ്മിക്കുന്നത്. GE എയ്റോസ്പേസിനേക്കാളും റോൾസ് റോയ്സിനേക്കാളും ഇന്ത്യൻ ഡിസൈനിന് ഇണങ്ങുന്നത് പ്രാറ്റ് ആൻഡ് വിറ്റ്നി എഞ്ചിനുകളാണെന്ന ഏവിയേഷൻ സേഫ്റ്റി വിഭാഗത്തിന്റെ കണ്ടെത്തലാണ് ഇവരുമായി ധാരണയുണ്ടാക്കാൻ CSIR NAL വിദഗ്ധരെ പ്രേരിപ്പിച്ചത്. മൂന്നാമത്തെ എഞ്ചിൻ ഓപ്ഷനായ ഹൈബ്രിഡ് എഞ്ചിൻ തൽക്കാലം ഇന്ത്യൻ വിദഗ്ധർ പെട്ടിയിൽ വെച്ച് പൂട്ടിയിരിക്കുകയാണ്. എത്രയും വേഗം ഇന്ത്യൻ നിർമ്മിത യാത്രാ വിമാനം വേണമെന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ഹൈബ്രിഡ് എഞ്ചിൻ വികസിപ്പിക്കൽ മാറ്റിവെക്കാൻ കാരണമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ചില ഏവിയേഷൻ മാഗസിനുകൾ നൽകുന്നുണ്ട്. അങ്ങനെ എഞ്ചിൻ രൂപരേഖ തയ്യാറായി, ആവശ്യത്തിന് ബജറ്റ് അലോക്കേഷനായി, സാങ്കേതിക വിദ്യ കൈമാറ്റങ്ങൾക്ക് ധാരണയായി. 2006 ബംഗളൂരുവിലെ NAL ക്യാമ്പസിൽ ഇന്ത്യൻ യാത്രാ വിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാൻ പുതിയ ഹാങ്ങർ തുറന്നു. പണിക്കാരായി, പണിസാധനങ്ങളായി, ആകെ ബഹളം. 2008 ലോക സാമ്പത്തിക മാന്ദ്യത്തിൽ കുലുങ്ങാതിരുന്ന ഇന്ത്യ പക്ഷേ ചില പ്രൊജക്ടുകൾക്കുള്ള ഫണ്ടുകൾ കാര്യമായി വെട്ടിക്കുറച്ചിരുന്നു. അതിലൊന്നായിരുന്നു യാത്രാ വിമാന ഗവേഷണവും ഡിസൈനിങ്ങും. പണമില്ലാതെ ബംഗളൂരുവിലെ ഹാങ്ങർ 2 വർഷത്തിലേറെ പൂട്ടിക്കിടന്നു. ആളൊഴിഞ്ഞു, അരങ്ങൊഴിഞ്ഞു. 2011 പ്രഫുൽ പട്ടേൽ മാറി, വയലാർ രവി വ്യോമയാന മന്ത്രിയായി. ഇന്ത്യൻ യാത്രാ വിമാന പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ പദ്ധതിയുണ്ടോ, ഇല്ലെങ്കിൽ തങ്ങളുടെ വിദഗ്ധരെ തിരികെ വേണമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യോമയാന മന്ത്രാലയത്തിന് കത്തെഴുതി. അപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം അണിയറയിൽ ഉണ്ടായിരുന്നുവെന്ന് വയലാർ രവി അറിയുന്നത് തന്നെയെന്ന് തോന്നുന്നു. എന്തായാലും ഒരടി മുന്നോട്ട് പോയില്ല. പ്രൊജക്ട് ഏതാണ്ട് നിശ്ചലാവസ്ഥയിലായി. കാലം മാറി. 2014 മെയ് 26 ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റു. തെലുങ്ക് ദേശം പാർട്ടിയിലെ അശോക് ഗജപതി രാജു വ്യോമയാന മന്ത്രിയായി. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ എന്നീ വാക്കുകൾ ആദ്യമായി പാർലമെന്റിൽ മുഴങ്ങി. അതിൽ ബംഗളൂരുവിലെ ഹാങ്ങറും ഒന്ന് കുലുങ്ങി. 6 വർഷത്തിന് ശേഷം ഇന്ത്യൻ യാത്രാ വിമാനത്തിന്റെ കോർ എഞ്ചിനീയറിംഗ് മീറ്റിംഗ് നടന്നു. ശരി, അപ്പോഴേക്കും പണി എവിടം വരെ എത്തിയിരുന്നു? കൺസെപ്റ്റൽ ഡിസൈനും പ്രിലിമിനറി ഡിസൈനും കടന്ന് ഡീറ്റെയിൽഡ് ഡിസൈൻ ഘട്ടത്തിലേക്ക് എത്തിയ കാലത്താണ് ഹാങ്ങർ അടച്ചുപൂട്ടിയത് എന്നതിനാൽ 2016 തയ്യാറാക്കിയ ഡിസൈൻ കൺസെപ്റ്റുകളും ചേർത്ത് ഡയഗ്രാം വികസിപ്പിക്കേണ്ടി വന്നു. അതുപയോഗിച്ചുള്ള സിമുലേഷൻ തയ്യാറാക്കി മെറ്റലർജിക്കൽ മോൾഡുകളും പാറ്റേണുകളും തീരുമാനമാക്കി. വിമാന നിർമ്മാണത്തിന്റെ ഏതാണ്ട് പാതി വഴി പിന്നിട്ടു എന്നർത്ഥം. വെല്ലുവിളികൾ അപ്പോഴും ഒന്നിനു പുറകെ ഒന്നായി വന്നു. ഇന്ത്യൻ വിമാനം വികസിപ്പിക്കുന്ന ഹാങ്ങറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. നേട്ടങ്ങളുടെ വാർത്തകളിൽ ചിലത് പുറത്തേക്കെത്താൻ തുടങ്ങി. 2007 തന്നെ NAL-ഉം HAL-ഉം സംയുക്തമായി ഒരു റീജിയണൽ ജെറ്റ് വികസിപ്പിച്ചിരുന്നു. 70 പേർക്ക് യാത്ര ചെയ്യാവുന്ന RTA-70 എന്ന റീജിയണൽ ട്രാൻസ്പോർട്ട് എയർലൈനർ ടർബോപ്രോപ്പ് വിമാനം. ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യ സിവിൽ ഏവിയേഷൻ വിമാനം. ഈ വിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം, വ്യോമയാന മന്ത്രാലയം, ധനമന്ത്രാലയം, പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്നിവിടങ്ങളിൽ സമർപ്പിച്ച NAL, HAL വിദഗ്ധർ ഈ വിമാനത്തിൽ ടർബോപ്രോപ്പിന് പകരം ജെറ്റ് എഞ്ചിനും ഘടിപ്പിക്കാൻ സാധിക്കുമെന്ന വിവരം പങ്കുവച്ചിരുന്നു. എന്നാൽ 2019 വരെ ഈ അപ്ഗ്രേഡിംഗിന് അനുമതി ലഭിച്ചില്ല. ഒടുവിൽ നരേന്ദ്രമോദി ഇന്ത്യക്ക് സ്വന്തമായി യാത്രാ വിമാനം വികസിപ്പിക്കാൻ CSIR NAL ടീമിനെ നിയോഗിച്ചപ്പോൾ RTA-70 വിമാനത്തിന്റെ സാങ്കേതികവിദ്യ പുതിയ ഇന്ത്യ ജെറ്റിൽ ലയിപ്പിച്ചുവെന്നാണ് സൂചനകൾ. എന്തായാലും ഇന്ത്യ സ്വന്തമായി യാത്രാ വിമാനം ഉണ്ടാക്കിയ ചരിത്രത്തിലെ നിർണായകമായ ഏടാണ് RTA-70 വിമാനം. 1993 നവംബർ 17 NAL ഹൻസ എന്ന ചെറുവിമാനം ആദ്യ പരീക്ഷണ പറക്കൽ നടത്തുമ്പോൾ അതൊരു ചരിത്ര നിയോഗമായിരുന്നു. ഇന്ത്യ നിർമ്മിച്ച ആദ്യ വിമാനം ഹൻസയാണ്. രാഷ്ട്രീയ വടംവലികളിൽ ഏറെ നാൾ ഹൻസ മരവിച്ചു കിടന്നു. ഇന്ത്യയുടെ സ്വന്തമായുള്ള പാസഞ്ചർ എയർക്രാഫ്റ്റിനൊപ്പം ഹൻസയുടെ ഗവേഷണവും തുടരാനാണ് CSIR NAL ടീമിനോട് 2015 പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടത്. അത് ഗുണം ചെയ്തു. 2021 സെപ്റ്റംബർ 7 ഹൻസ NG എന്ന മോഡൽ വിപണിക്ക് വേണ്ടി തയ്യാറായി ആദ്യ പറക്കൽ നടത്തി. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ദിവസം വരെ വിവിധ ഫ്ലൈയിംഗ് ക്ലബ്ബുകളിൽ നിന്നായി 72 ഹൻസ NG വിമാനങ്ങൾക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് പറയാൻ കാര്യം എന്താണെന്നാൽ ഇന്ത്യ ജെറ്റിന്റെ വഴിയിലെ ഒരു നിർണായക നേട്ടം തന്നെയാണ് ഹൻസ എന്നുള്ളത് കൊണ്ടാണ്. 2004 മെയ് 29 സരസ് എയർക്രാഫ്റ്റ് ആദ്യ പറക്കൽ നടത്തിയത്. കോമ്പോസിറ്റ് വിങ്, വാക്വം എൻഹാൻസ്ഡ് റെസിൻ ഇൻഫ്യൂഷൻ ടെക്നോളജി, എംപനേജ്, വിമാനത്തിന്റെ പിറകിൽ വലിയ പ്രഷർ ബൾക്ക് ഹെഡ്, കൺട്രോൾ സർഫസ് തുടങ്ങി മോഡേൺ എയർക്രാഫ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം ഉള്ള കിടിലൻ ഇന്ത്യൻ എയർക്രാഫ്റ്റ് ആണ് സരസ്. എല്ലാ പ്രൊജക്ടുകളെയും പോലെ ഇതും ഫ്രീസറിലായിരുന്നു. 2019 ഫെബ്രുവരിയിൽ ധനമന്ത്രാലയം 6000 കോടി രൂപ ഈ വിമാനം വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമായി അനുവദിച്ചതോടെ സരസിന്റെ ശുക്രദശ ആരംഭിച്ചു. ഇന്ത്യ ജെറ്റിന് സമാന്തരമായി സരസിന്റെ വികസിപ്പിക്കലും നിർമ്മാണവും തകൃതിയായി നടന്നു. അങ്ങനെ ഇന്ത്യ ജെറ്റിന്റെ പണിപ്പുരയിൽ നിന്നും
പുറത്തിറങ്ങിയ മറ്റൊരു മണിമുത്താണ് സരസിന്റെ MK2 വെർഷൻ. 5 ബ്ലേഡുള്ള ഈ ചെറുവിമാനത്തിന്റെ പ്രൊപ്പല്ലർ ചലിപ്പിക്കുന്നത് പ്രാറ്റ് ആൻഡ് വിറ്റ്നിയുടെ SHP ടർബോപ്രോപ്പ് എഞ്ചിനാണ്. എല്ലാം കൊണ്ടും ലോകോത്തരമായ ഈ ചെറുവിമാനത്തിന് 30,000 അടി ഉയരത്തിൽ പറക്കാൻ സാധിക്കും. 2024 ജൂണിൽ ലോക വിപണിയിൽ ഈ ഇന്ത്യൻ വിമാനം ലഭ്യമാകും. ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ നിർമ്മിച്ച ചെറുവിമാനമാണ് NM5. ആനന്ദ് മഹീന്ദ്രയുടെ മഹീന്ദ്ര എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരുന്നു ഇക്കാര്യത്തിൽ NAL-ന്റെ പങ്കാളി. 2011 സെപ്റ്റംബർ 1 ഓസ്ട്രേലിയയിലായിരുന്നു NM5ന്റെ പരീക്ഷണ പറക്കൽ. മഹീന്ദ്ര എയറോസ്പേസ് ഇന്ത്യ ജെറ്റിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാണോ എന്നത് വ്യക്തതയില്ലാത്ത കാര്യമാണ്. എങ്കിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ഓസ്ട്രേലിയയിലെ ജിപ്സ്ലാൻഡ് ഏവിയേഷനെ അടക്കം ഏറ്റെടുത്ത് മഹീന്ദ്ര എയറോസ്പേസ് മുന്നേറുന്നത് ഇന്ത്യ ജെറ്റിലും ഇവരുടെ പങ്കാളിത്തമുണ്ടെന്നതിന് സൂചനയാണെന്ന് ഏവിയേഷൻ ലോകം കരുതുന്നു. അപ്പോൾ ഇവരൊന്നുമല്ല, ഇനി വരാനിരിക്കുന്നവനാണ് അതിശക്തൻ. അവനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. എന്തായിരിക്കും ഇന്ത്യ ജെറ്റ്? എത്രയായിരിക്കും കപ്പാസിറ്റി? എന്തൊക്കെ ഫീച്ചറുകൾ ഉണ്ടാകും? അവിടെ ചില സൂചനകൾ മാത്രമാണ് നമുക്കുള്ളത്. നിർമ്മാണ പരീക്ഷണ വിവരങ്ങളെല്ലാം പരമരഹസ്യമാണ്. കൊമേഴ്സ്യൽ എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ഓഫ് ചൈന രൂപകൽപ്പന ചെയ്ത് വിപണിയിലെത്തിച്ചിരിക്കുന്ന C919 വിമാനത്തോട് വൻതോതിലുള്ള സാദൃശ്യമാണ് വിദഗ്ധർ ഇന്ത്യ ജെറ്റിനും നൽകുന്നത്. 158 മുതൽ 170 പേർക്ക് വരെ യാത്ര ചെയ്യാവുന്ന വിമാനം, എയർബസ് A320, ബോയിങ് 747 വിമാനങ്ങളോട് മത്സരിക്കാവുന്ന പറക്കൽ ശേഷി തുടങ്ങിയവയെല്ലാം ഇന്ത്യ ജെറ്റിൽ പ്രതീക്ഷിക്കുന്നു. ചില ഊഹങ്ങൾ ഇങ്ങനെ പോകുന്നു. പരമാവധി ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ പറക്കാവുന്ന ശേഷി 4200 മുതൽ 5300 കിലോമീറ്റർ വരെ. ഇന്ധന ടാങ്കിന്റെ പ്രതീക്ഷിക്കുന്ന കപ്പാസിറ്റി 24,000 ലിറ്റർ. മാക്സിമം ക്രൂയിസ് സ്പീഡ് 0.79 മാക്ക്. ത്രസ്റ്റ് 138 നോട്ട്. മാക്സിമം പേലോഡ് 21,000 കിലോഗ്രാം. വിമാനത്തിന്റെ ഭാരം 45,000 കിലോഗ്രാം വരെ. ടേക്ക് ഓഫ് ഡിസ്റ്റൻസ് 2000 മീറ്റർ. ലാൻഡിംഗ് സ്പാൻ 1600 മീറ്റർ. വിമാനത്തിന്റെ ആകെ നീളം 40 മീറ്റർ വരെ, വീതി 4 മീറ്റർ വരെ. ചിറകിന്റെ വിസ്തീർണം 130 സ്ക്വയർ മീറ്റർ. 12 നിര സീറ്റുകൾ, സീറ്റ് പിച്ച് മാക്സിമം 90 സെന്റിമീറ്റർ വരെ. ടെയിൽ ഹൈറ്റ് 12 മീറ്റർ. വിംഗ് സ്പാൻ 34 മീറ്റർ. ഇന്ത്യ ഇനി എന്താണ് ഉണ്ടാക്കാനിരിക്കുന്നതെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ചാന്ദ്രയാനിനും ആദിത്യ മിഷനും ശേഷം വരുന്ന ഇന്ത്യ ജെറ്റ് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പ്രതീക്ഷയും ചിലർക്ക് നെഞ്ചിടിപ്പുമാണ്. കാത്തിരിക്കാം ഇന്ത്യയുടെ ആകാശത്ത് നമ്മുടെ സ്വന്തം ജെറ്റ് പറക്കുന്ന ദിവസത്തിനായി. See you in the skies. നന്ദി.